സ്പെയിനിലെ ബാഴ്സലോണയിൽ 1702 നിർമ്മിച്ച ഒരു ഫാം ഹൗസ് 277 വർഷങ്ങൾക്കിപ്പുറം 1979 അത് FC ബാഴ്സലോണ എന്ന ക്ലബിന്റെ വിദേശീയരായ യുവതാരങ്ങളുടെ താമസ സ്ഥലമായി മാറുന്നു. കളിക്കാർ വളർന്നതിനൊപ്പം ആ കെട്ടിടവും വളർന്നു. ഇന്നത് ലോകമാകെ അറിയുന്നൊരു ഫുട്ബോൾ ഫാക്ടറിയാണ്. പേര് ലാ മാസിയ. അവിടെ കളിച്ചു വളർന്നവരിൽ ഒന്നാമന്റെ പേര് ലയണൽ മെസ്സി. യൂറോപ്പിലെ ഏറ്റവും വിശാലമായ ഫുട്ബോൾ ഫാക്ടറി. ഉൽപ്പാദിപ്പിക്കുന്ന കളിക്കാരിലേറെയും കാൽപന്തിൽ തങ്ങളുടേതായ അടയാളം തീർത്തവർ. ലോകകപ്പും കോപ്പയും ബാഴ്സലോണയ്ക്കൊപ്പം അനേകം ലീഗ് കിരീടങ്ങളും നേടി ഇതിഹാസ പദവി പൂണ്ട ലയണൽ മെസ്സി ബൂട്ടഴിക്കാനിരുങ്ങുന്ന വേളയിൽ ലാ മാസിയുടെ കൊടി ഇനിയും പാറിപ്പറപ്പിക്കാൻ മറ്റൊരു അവതാരപ്പിറവി അവിടെ ഉയിരെടുത്തു. പേര് ലാമിൻ യമാൽ. യൂറോയിൽ ഇക്കുറി ലാമിനൊപ്പം തെളിഞ്ഞു കത്തിയ 2 പേർ കൂടിയുണ്ട് ലാ മാസിയുടേതായി. സെമിയിൽ ഫ്രാൻസിന് മേൽ അതിശയ ഗോളടിച്ച വലത് വിങ്ങറായ യമാലിന്റെ പ്രായം 17 വയസ്സ്. ഫ്രാൻസിന് മേൽ രണ്ടാം ആണിയടിച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഇടത് വിങ്ങറുമായ ഡാനിയോൽ മോക്കർവാഹലിന് പ്രായം 26. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ നെതർലൻഡ്സിന് ഗോളടിച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും റൈറ്റ് വിങ്ങറുമായ സാവി സിമോൺസിന്റെ പ്രായം 21 വയസ്സ്. ബാഴ്സയുടെ തട്ടകമായ ക്യാമ്പ് നൂവിനോട് ചേർന്ന് തന്നെയാണ് ലാ മാസിയ അക്കാദമി. ആദ്യകാലത്തെ ഫാം ഹൗസ് കെട്ടിടത്തിൽ നിന്നും കാലത്തിനനുസരിച്ച് വമ്പൻ പരിശീലന സൗകര്യങ്ങളിലേക്ക് ലാ മാസിയ മാറി. ബാഴ്സ ബി ടീമിന്റെ പ്രകടനങ്ങളോടെ മാധ്യമ ശ്രദ്ധ നേടിയ മാസിയ മെസ്സി, ഫാബ്രിഗസ്, പിക്വെ, പെഡ്രോ എന്നിവരെത്തിയതോടെ ലോക ശ്രദ്ധ നേടി. ഇവർക്കൊപ്പം പിന്നെയുമുണ്ട് നിരവധി പേരുകൾ. പെഡ്രോയെ പോലെ മറ്റ് ടീമുകളിലേക്ക് ചേക്കേറിയ സെസ് ഫാബ്രിഗസ്, ലൂയിസ് മില്ല, തിയാഗോ മോട്ട, സെർജി ബർജുവാൻ, വിക്ടർ വാൾഡസ്, ഒരു കളി പോലും ബാഴ്സയ്ക്കായി കളിച്ചിട്ടില്ലാത്ത മൈക്കൽ ആർട്ടേറ്റ, ലിവർപൂളിനെ യൂറോപ്യൻ കപ്പ് ചാമ്പ്യന്മാരാക്കുന്നതിലെ വിവാദമായ ഗോസ്റ്റ് ഗോളിനുടമയായ ലൂയിസ് ഗാർഷ്യ. നീളുകയാണ് ആ പട്ടിക. 6 വയസ്സ് മുതലാണ് ലാ മാസിയയിൽ പ്രവേശനം. ഓരോ വർഷവും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമായി 1000-ലേറെ പേർ അപേക്ഷിക്കാറുണ്ട്. അക്കാദമിക് വിദ്യാഭ്യാസവും ഫുട്ബോൾ പരിശീലനവും ഒരുമിച്ച് നേടുന്ന താരങ്ങൾ. 2011 നവീകരിച്ച അക്കാദമിയിൽ 5 നിലകളിലായി 6000 ചതുരശ്ര അടി സ്ഥലമുണ്ട്. ഉയരമേറിയവർക്കായി പോലും പ്രത്യേകം ഡിസൈൻ ചെയ്ത മുറികൾ, ഓരോ താരത്തിനും പ്രത്യേകം ശുചിമുറികൾ, അങ്ങനെ നിരവധി സൗകര്യങ്ങളാണ് ഓരോ താരത്തിനും ലഭിക്കുന്നത്. 2011 ഹോം ഗ്രൗണ്ട് താരങ്ങളുമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം ലക്ഷ്യമിട്ട ബാഴ്സ പരിശീലകൻ ലൂയി വാൻ ഗാലിന്റെ ശ്രമം അന്ന് പരക്കെ പരിഹസിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2009 ബാഴ്സ അത് സാധ്യമാക്കി. കിരീടമുയർത്തിയ ടീമിലെ 11 പേർ സ്പാനിഷുകാരായിരുന്നു. 10 കളിക്കാരും പിന്നെ പരിശീലകനും. റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ച ബാഴ്സയ്ക്കായി ഗോളടിച്ചത് വിദേശികളായ സാമുവൽ എറ്റോവും ലയണൽ മെസ്സിയും. അതിന് വഴിയൊരുക്കിയ എണ്ണയിട്ട നീക്കങ്ങൾക്ക് ചരട് വലിച്ച മധ്യനിരയിലെ സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് ത്രയം സ്പാനിഷുകാരായിരുന്നു. ലാ മാസിയയിൽ വളർന്നവർ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. ചെറുപ്പത്തിൽ തന്നെ ബാഴ്സലോണയുടെ കുപ്പായമണിയുക എന്ന മഹാഭാഗ്യം അവരെ തേടിയെത്തുന്നു. സ്പെയിനിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും വിസ്മയം തീർത്ത കാൽപന്ത് പരിശീലകൻ പെപ് ഗോഡിയോള താൻ കളി പഠിച്ച തട്ടകത്തെക്കുറിച്ച് പറഞ്ഞതാണിത്. അതിന് തെളിവായി കാൽപന്ത് കളിക്കളത്തിൽ വിസ്മയം തുടരാൻ അവിടെ നിന്നും പ്രതിഭകൾ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു.